ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു LCD ഡിസ്പ്ലേ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം, അർഡിനോയിൽ കണക്ട് ചെയ്യാമെന്നാണ്. ഇപ്പോൾ കുറേ സർക്യൂട്ട്സ് ചെയ്യുമ്പോൾ നമുക്ക് യൂസറിന് കാണണം ഔട്ട്പുട്ട്. അപ്പോൾ ആ കേസസിലെല്ലാം നമ്മൾ LCD ആണ് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കുറേ വട്ടം അത് ചെയ്യുന്നുണ്ടെങ്കിലും LCDയുടെ കണക്ഷൻസ് എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ LCD നമ്മൾ അർഡിനോയിൽ വയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ LCD നോക്കിക്കഴിഞ്ഞാൽ ഇത് 16 പിൻസ് ഉള്ള ഒരു LCD ആണ്. ഇപ്പോൾ LCD എന്ന് പറയുന്നത് എന്താ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, അതായത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു കമ്പോണൻ്റാണിത്. അപ്പോൾ ഇതിന് 16 പിന്നുണ്ട്. ഇപ്പോൾ ഈ 16 പിന്നിൽ കുറച്ച് പിൻസ് എന്താണ് പറയുന്നത്, കൺട്രോൾ പിൻസ് ആണ്, കുറച്ച് പിൻസ് ഡാറ്റ പിൻസ്. അതായത് നമുക്ക് 8 ഡാറ്റ പിൻസ് ഉണ്ട്, ബാക്കി കൺട്രോൾ പിൻസ് ആണ്. അതായത് കൺട്രോൾ പിൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് റീഡ് ചെയ്യാനാണോ, റൈറ്റ് ചെയ്യാനാണോ, പിന്നെ എനേബിൾ ചെയ്യുന്ന അങ്ങനത്തെ പിൻസ് എല്ലാം കൺട്രോൾ പിൻസ് ആണ്. അപ്പം ഇതിൻ്റെ കണക്ഷൻസ് നമുക്ക് നോക്കി ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഒരു ഈസിനെസ്സിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. അതായത് LCDയുടെ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് VSS ആണ്. VSS എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രൗണ്ടിലോട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഗ്രൗണ്ടിലോട്ട്. പിന്നെ സെക്കൻഡ് പിൻ എന്ന് പറയുന്നത് VDD എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് വോൾട്ടേജിനെയാണ് നമ്മൾ VDD എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു, അർഡിനോയുടെ 5 വോൾട്ടിലോട്ട് നമ്മൾ കൊടുക്കുന്നു. പിന്നെ മൂന്നാമത്തെ പിന്നാണ് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഈ LCD നമ്മൾ ഓൺ ആകുമല്ലോ. അപ്പോൾ ഓൺ ആകുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് നോക്കുമ്പോൾ LCDയുടെ ഔട്ട്പുട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ലൈറ്റിങ്ങും അതിലെ ആ വേർഡിൻ്റെ ആ ഒരു കളറുണ്ടല്ലോ, അത് ഇപ്പം നമ്മൾ ബോൾഡായിട്ട് അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഫെയ്ഡ് ആകുന്ന പോലെയൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കോൺട്രാസ്റ്റ് പിൻ വെച്ചിട്ടാണ്. അപ്പോൾ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു പോർട്ട്, അതായത് തേർഡ് പിന്നിലോട്ടൊരു പോർട്ട് വെച്ച് ഒരു ഇതുണ്ട്. ഇതിപ്പോൾ ഒരു 200Kയുടെ പോർട്ടാണ്, പക്ഷെ നമ്മളൊരു 100K ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ. പിന്നെ നാലാമത്തെ പിന്നെന്ന് പറയുന്നത് രജിസ്റ്റർ സെലക്റ്റാണ്. അതായത് നമുക്ക് രജിസ്റ്റർ സെലക്ട് പിന്നെ 12ാമത്തെ പിന്നിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ 5ാമത്തെ പിന്നെ റീഡ് ഓർ റൈറ്റ് നമുക്കറിയാം, LCDയിൽ നിന്ന് അങ്ങോട്ടാണോ വാല്യൂ കൊടുക്കുന്നത് അതോ നമുക്കുള്ള വാല്യൂ ഇതിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുവാണോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊതുവേ ഓൾവേസ് റൈറ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ലോ ആക്കി വെക്കുക. നമ്മൾ ഗ്രൗണ്ട് കൊടുത്തു. പിന്നെ 6ാമത്തെ പിന്നെന്താണ്, എനേബിൾ പിന്ന് നമ്മൾ 11ാമത്തെ നമ്മുടെ അർഡിനോയുടെ പിന്നിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ LCDക്ക് 2 രീതി നമുക്ക് കണക്ട് ചെയ്യാം. അതായത് പാരലൽ ഇൻ്റർഫേസും ഉണ്ട്, സീരിയൽ ഇൻ്റർഫേസും ഉണ്ട്. അപ്പോൾ സീരിയലിൽ നമ്മൾ അർഡിനോ യൂസ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ സീരിയൽ ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്, I2C ആണ്. അപ്പം നിങ്ങൾക്കൊരു I2C മൊഡ്യൂൾ മേടിച്ചു കഴിഞ്ഞാൽ 2 വയറിൽ കാര്യം കഴിയും. അതായത് 2 കണക്ഷനേ വരുന്നുള്ളൂ. ആ 2 കണക്ഷൻ 2 വയർ കണക്ഷൻ ഇതിലോട്ട് കൊടുത്താൽ മതി. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ I2Cയുടെ മൊഡ്യൂൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പാരലൽ കണക്ഷൻ എടുക്കുന്നു. പാരലൽ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് 4 ബിറ്റായിട്ട് വായിക്കാം, 8 ബിറ്റായിട്ട് വായിക്കാം. അതായത് നമ്മുടെ ഡേറ്റ നമ്മളെങ്ങനെ, ഇപ്പം നമുക്കറിയാം ഡേറ്റ എന്ന് പറഞ്ഞാൽ 8 ബിറ്റായിട്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് 4 ബിറ്റായിട്ട് വായിക്കാം, അല്ലെങ്കിൽ 8 ഡേറ്റ ലൈൻ യൂസ് ചെയ്തിട്ട് ഓരോന്നായിട്ടും എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 4 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബിറ്റിൽ തന്നെ 4 വയർ വരും. അപ്പം നമുക്ക് വയർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ 4 ബിറ്റ് നമുക്ക് ഇച്ചിരി ചെയ്യാൻ എളുപ്പം അതാണ്. 4 ബിറ്റാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം. അപ്പം നമ്മൾ 4 ബിറ്റ് വെച്ചാണ് ചെയ്യുന്നത്. 8 ബിറ്റ് എന്ന് പറയുമ്പോൾ 8 ഡേറ്റ ലൈൻ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വയേഴ്സിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും. I2C മൊഡ്യൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വയേഴ്സിൽ കാര്യം കഴിയും. എന്ന് വെച്ചാൽ 2 വയർ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ I2Cക്ക് ഒരു ഡേറ്റ ലൈനും കാണും, ഒരു ക്ലോക്ക് ലൈനും കാണും. അത് നമ്മൾ ഇതിൻ്റെ ഡേറ്റയിലും ക്ലോക്കിലോട്ടും നമ്മൾ ആ ഒരു രീതിയിലുള്ള പിൻസിലോട്ട് ഇതിൻ്റെ I2C പിൻസിലോട്ട് നമ്മൾ കൊടുത്താൽ മതി. പിന്നെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പാരലും സീരിയലും തമ്മിൽ നമുക്ക് ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ പാരലിൽ എടുക്കുകയാണെങ്കിൽ ഡേറ്റയുടെ സ്പീഡ് കൂടുതലായിരിക്കും. നമുക്കറിയാം ഡേറ്റ ഓരോ ലൈനിൽ നിന്നും കയറും. പക്ഷേ സീരീസ് അങ്ങനെ ഒരു ഡേറ്റ കയറിയിട്ടായിരിക്കും അടുത്ത ഡേറ്റ കയറുന്നത്. അപ്പം സ്പീഡ് കമ്പയർ ചെയ്യുമ്പോൾ I2C നമ്മുടെ പാരലിനെക്കാട്ടിലും കുറച്ച് സ്ലോ ആണ്. അപ്പം നമുക്കിനി കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇനി നമ്മളിപ്പോൾ 4 ഡേറ്റ ബിറ്റ് ആണല്ലോ യൂസ് ചെയ്യുന്നത്, 4 ബിറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ലാസ്റ്റിലത്തെ 4 ഡേറ്റ ലൈൻസ് എടുത്തു. അതായത് 14, 13, 12, 11. അതായത് ഇവിടുന്ന്
14, 13, 12, 11 അങ്ങനെ 4 പിൻസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഡിജിറ്റൽ പിൻസിലോട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ലാസ്റ്റിലത്തെ 2 പിൻ കണ്ടോ, 15ഉം 16ഉം, ഈ ലാസ്റ്റിലത്തെ 2 എണ്ണം, ഈ 15ഉം 16 എന്ന് പറയുന്നത് LED ലൈറ്റിൻ്റെ ആണ്. അതായത് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഈ LCDയിൽ ലൈറ്റ് കത്തുന്നത് കാണാൻ പറ്റും. അതായത് ഈ നമുക്കിതിപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ഒരു ബ്രൈറ്റ്നെസ് വേണമല്ലോ, ആ LED പിൻസാണ് ഇത് രണ്ടും, 15ഉം 16ഉം. അപ്പോൾ കണക്ഷൻ നോക്കാവേ. അപ്പോൾ നമുക്ക് കണക്ഷൻ നോക്കാം. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഈ പിൻസാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് 14, 13, 12, 11. അത് ഞാൻ എൻ്റെ ആർഡിനോയുടെ 2, 3, 4, 5 പിൻസിലോട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ 11 തൊട്ട് 14 വരെയുള്ള പിൻസ് നമ്മൾ എടുത്തു. അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഡിജിറ്റൽ പിന്നിലോട്ട് കൊടുക്കുന്നു റെസ്പെക്റ്റീവായിട്ടുള്ള. അതായത് ഇപ്പം D7 പിന്നാണ് ഞാൻ 2-ലോട്ട് കൊടുക്കുന്നത്, ആർഡിനോയുടെ ഒരു സെക്കൻഡ് പിന്നിലോട്ട്. D6 ആണ് 3, D5 ആണ് 4, D4 എന്ന് പറഞ്ഞ പിന്നെ 5-ലോട്ട്. അപ്പോൾ നമ്മൾ ഡേറ്റ പിൻസ് കൊടുത്തു. ഇനി നമ്മൾ ആദ്യം തൊട്ടുള്ള ഓരോ കാര്യങ്ങൾ നോക്കിയത്. ഇപ്പം ഞാൻ കൊടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ എടുത്തത്. ഇനിയും ആനോഡും കാഥോഡും, അപ്പോൾ അവിടുത്തെ ഇത്രയും കണക്ഷനൊക്കെ കഴിഞ്ഞു. ആനോഡ് എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. വോൾട്ടിലോട്ട് കൊടുത്തു. പിന്നെ കാഥോഡ് അല്ലേ, കാഥോഡ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിലോട്ടും കൊടുക്കാം. അപ്പം ഞാനിവിടെ ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കൊടുത്തിട്ടില്ല, അതും കൂടെ കൊടുക്കാവേ. ഗ്രൗണ്ട് എടുത്ത് നെഗറ്റീവിലോട്ട് കൊടുത്തു, പോസിറ്റീവ് 5 വോൾട്ട് എടുത്ത് ഇവിടോട്ടും കൊടുത്തു. നമുക്കറിയാം ബ്രെഡ് ബോർഡിലെ കണക്ഷൻസ് നമുക്ക് ഇവിടെ വരെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാനൊന്ന് ജോയിൻ ചെയ്യുവാണ്. അതായത് നമുക്ക് കറണ്ട് ഇവിടെ വരെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ സെക്ഷനും ഈ സെക്ഷനും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി 2 വയർ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കണക്ഷൻ നമ്മളിപ്പോൾ കഴിഞ്ഞു. അതായത് ഡേറ്റ പിൻസും കൊടുത്തു, LED കൊടുത്തു. ഇനി നമുക്ക് ആദ്യം തൊട്ടുള്ള നോക്കാം. VSS ഗ്രൗണ്ട്, ഫസ്റ്റ് പിന്ന് ഗ്രൗണ്ട്. ഞാൻ ഫസ്റ്റ് പിന്നിൽ നിന്ന് ഇപ്പോൾ ഗ്രൗണ്ടിലോട്ടാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് പിന്നിൽ നിന്ന് ഗ്രൗണ്ടിലോട്ട് കൊടുത്തു. നെക്സ്റ്റ് ഇനി സെക്കൻഡ് പിൻ എന്താണ്, VDD 5 വോൾട്ടിലോട്ട്. VDD 5 വോൾട്ടിലോട്ട് കൊടുത്തു. തേർഡ് എന്ന് പറയുന്നത് എന്താ, കോൺട്രാസ്റ്റ് പിന്നെ നമ്മൾ പോർട്ടിലോട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യോമീറ്ററിന് ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നടുക്കത്തെ പിന്നെന്ന് പറയുന്നതാണ് ഔട്ടിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തേർഡ് പിന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ ഇങ്ങോട്ടൊന്ന് പ്ലേസ് ചെയ്തു. ഇവിടോട്ടൊക്കെ പ്ലേസ് ചെയ്തു. എന്നിട്ട് തേർഡ് പിന്നിൽ നിന്ന് പോർട്ടിൻ്റെ നടുക്കത്തെ പിന്നിലോട്ട്, നടുക്കത്തെ ലെഗിലോട്ട് കൊടുത്തു. ബാക്കി 2 എന്ന് പറയുന്നത് ഒന്ന് പോസിറ്റീവും
നെക്സ്റ്റ് പിന്നെ നെഗറ്റീവ് ആണ്. അപ്പോൾ പോർട്ടിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. ഇനി എന്താണ്, നമുക്കിനി രജിസ്റ്റർ സെലക്ട്, അത് 12ാമത്തെ പിന്നിലോട്ട്. അതായത് ഈ RS പിൻ കൊടുത്തു. RS പിൻ എന്ന് പറയുന്നത് 12ാമത്തെ പിന്നിലോട്ടാണ് കൊടുത്ത്. ഈ RS ആണ് തീരുമാനിക്കുന്നത് LCD നമ്മൾ കമാൻഡ് ആണോ അതോ ടെക്സ്റ്റ് ആണോ ഡേറ്റ ആണോ കൊടുക്കുന്നതിനുള്ള. നമുക്കിപ്പം LCD എടുത്ത് അതിൽ കമാൻഡ് പാസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടതാണ് RS പിന്ന്. ഇനി ബാക്കി കണക്ഷൻ വരുന്നത് റീഡ് ഓർ റൈറ്റ്. റീഡ് ഓർ റൈറ്റ് ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും റൈറ്റ് ചെയ്യുക അങ്ങോട്ട് LCD നമ്മൾ എന്താ പ്രിന്റ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഗ്രൗണ്ട് കൊടുക്കുക, റൈറ്റ് ഗ്രൗണ്ടും. റീഡ് ചെയ്യുവാണെങ്കിൽ ഇവിടുത്തെ വാല്യൂസ് 1 വരേണ്ടത്. അപ്പം അത് 5ാമത്തെ പിന്നാണ്, LCDയുടെ 5ാമത്തെ പിന്ന്. ഓക്കെ, നമ്മൾ മുമ്പ് RS പറഞ്ഞിട്ട് അത് കൊടുത്തില്ലായിരുന്നു. RS എന്ന് പറഞ്ഞാൽ 4th പിന്ന്. അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ആർഡിനോയുടെ 12ാമത്തെ പിന്നിലോട്ട്. അത് ആദ്യം കൊടുക്കാതെ. പിന്നെ നെക്സ്റ്റ് എന്താ, റീഡ് ഓർ റൈറ്റ് പിന്ന്. റീഡ് ഓർ റൈറ്റ് ഗ്രൗണ്ടിലോട്ടും. റീഡ് ഓർ റൈറ്റ് ഗ്രൗണ്ട് കൊടുത്തു. പിന്നെന്താ, എനേബിൾ പിന്ന്. എനേബിൾ പിന്ന് 11ാമത്തെ പിന്നിലോട്ട്. 6ാമത്തെ പിന്ന്, LCDയുടെ 6ാമത്തെ പിന്നിൽ നിന്ന് 6ാമത്തെ പിന്നിലോട്ട്, 6ാമത്തെ പിന്നിൽ നിന്ന് 11ാമത്തെ പിന്നിലോട്ട്. ഓക്കെ, ഇത്രയാണ് ഒരു LCDയുടെ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്കിനി ഇത് കോഡ് റൺ ചെയ്ത് നോക്കാം. നമ്മൾ നോക്കിയാൽ കാണാം 1 ലൈൻ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 16 കോളോ 2 റോസുമാണ്. അപ്പോൾ നമ്മളിവിടെ 1 റോ ആണ് യൂസ് ചെയ്തത്. അതാണ് WinExcel എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഔട്ട്പുട്ട് വേണോ ആ ഔട്ട്പുട്ട് യൂസറിന് കാണാൻ, അല്ലെങ്കിൽ കാണുന്നവർക്ക് ഇത് ഒരു ഇൻ്റർഫേസിൽ കാണിക്കണമല്ലോ. അപ്പോൾ നമുക്കതിന് LCD ഡിസ്പ്ലേ യൂസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.